ചിക്കൻ്റെ ഐറ്റംസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവാവില്ലേ? എന്നാൽ അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം ആണെങ്കിലോ? എന്നാൽ നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാരിനേഷനും വളരെ സിമ്പിളാണ്, കൂടുതലായിട്ടൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അവസാനം അതാ പൊരിക്കാൻ നേരത്തെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇത് പൊരിക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് നല്ല ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഇത് ഓവറായിട്ട് നല്ല മൊരിഞ്ഞു പോകണ്ട, നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതാ കോരി മാറ്റാം കേട്ടോ. സ്പൂണ് വെച്ച് തന്നെ കോരി മാറ്റുന്നുള്ള ശാഠ്യത്തിലാണ് ഞാൻ. അങ്ങനെ ചിക്കനൊക്കെ ബാച്ചായിട്ട് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എണ്ണ വെച്ചിട്ട് ബാക്കി ഓയിൽ ഞാൻ മുക്കി മാറ്റുകയാണ് കേട്ടോ. ശേഷം 3 വലിയ സവാള നേർമയാക്കി അരിഞ്ഞത്, സ്ലൈസറിൽ വെച്ച് അരിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത്രയും എത്രത്തോളം തിന്നായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് അരിയുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഉള്ളിയിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. ചിക്കനിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണല്ലോ. ഇനി ഈ ഒരു ഓയിൽ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വാട്ടിയെടുക്കുക, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കുക. ഇത്ര എളുപ്പത്തിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. കെച്ചപ്പ് കയ്യിലില്ലാത്തവർ ഒരു വലിയ തക്കാളിയും 1-2 അല്ലി വെളുത്തുള്ളി മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. കെച്ചപ്പാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ വല്ലാണ്ട് കുക്ക് ചെയ്യാനുണ്ടാവില്ല. പക്ഷേ തക്കാളി അരച്ചാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണേ. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഫ്ലെയിം ഒന്നും കുറയ്ക്കേണ്ട. അപ്പോൾ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചിക്കൻ റോസ്റ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് വരും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ നമ്മൾ പത്തിരി, ബ്രെഡ് അങ്ങനെയുള്ള കാര്യത്തിന് എന്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ആക്കി നോക്കാൻ മറക്കരുത്.